ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന പല ശീലങ്ങളും പ്രത്യക്ഷത്തിൽ അപകടകാരികളല്ലെന്ന് തോന്നാം. എന്നാൽ അത് ഗൗരവമായി കണ്ട് തക്ക സമയത്ത് കൈകാര്യം ചെയ്യാത്ത പക്ഷം വലിയ വില കൊടുക്കേണ്ടി വരും. കുടുംബങ്ങളിൽ നുഴഞ്ഞു കയറുന്ന ചെറു കുറുക്കന്മാർ. ജീവസന്ദേശത്തിൻ്റെ ദൈവവചന പഠനത്തിനായി താല്പര്യപൂർവ്വമായിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചുള്ള വെളിപ്പാടാണല്ലോ ദൈവത്തിൻ്റെ ആത്മാവ് ഉത്തമഗീതമെന്ന ഈ കവിതാ സമാഹാരത്തിലൂടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ സ്നേഹം, സ്വഭാവ വൈശിഷ്ട്യത, ദൈവശബ്ദത്തിൻ്റെ മാധുര്യം, തൻ്റെ വാഗ്ദത്തങ്ങളുടെ ഉറപ്പ് തുടങ്ങിയവയൊക്കെയും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. ഉത്തമഗീതം 2-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹവും ഭക്തിയും അധികം വർദ്ധിക്കുവാൻ സഹായകമായ ഒരു പുസ്തകമാണ് ഉത്തമഗീത പുസ്തകമെന്ന് ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. കർത്താവിനെക്കുറിച്ച് വർണ്ണിക്കുന്നതായ വിവിധ കാര്യങ്ങൾ നാം കണ്ടു കഴിഞ്ഞു. അവൻ ശാരോനിലെ റോസാപുഷ്പമാകുന്നു എന്ന്, അവൻ കാട്ടുമരങ്ങളുടെ ഇടയിൽ നാരകമാകുന്നു എന്ന്, അവൻ്റെ ബിരുദിനെക്കുറിച്ച് നാം ചിന്തിച്ചു. അതുപോലെ തന്നെ അവിടുത്തെ സ്വരത്തെക്കുറിച്ച് നാം ചിന്തിച്ചു. ശൂലേംകാരിയുടെ സഹോദരന്മാർ അവളെ അവരുടെ മുന്തിരിത്തോട്ടത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചു. അവൾ ആടുകളെ പാലിക്കുകയും മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുകയും ചെയ്യേണ്ടതുണ്ടായിരുന്നു. മുന്തിരിത്തോട്ടത്തിലെ തൻ്റെ വേലയിൽ അവൾ തൻ്റെ കാന്തനുമായുള്ള ബന്ധത്തിലെ ചില പാഠങ്ങൾ പഠിക്കുന്നതാണ് 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നാം കാണുന്നത്. ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കിയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറു കുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവീൻ. കാന്തനും കാന്തയും തമ്മിലുള്ള അനുഗ്രഹീത ബന്ധത്തിൽ ചിലപ്പോൾ കടന്നു വരുവാൻ സാധ്യതയുള്ള ചെറിയ ചെറിയ വിഷയങ്ങളുണ്ടാകാം. ആരംഭത്തിൽ അവ വലുതല്ല എന്ന് തോന്നിയാൽ പോലും തക്ക സമയത്ത് അവ പരിഹരിച്ചില്ല എങ്കിൽ അത് വലിയ വിപത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും. ഞാൻ അങ്ങനെ പറയരുതായിരുന്നു, സോറി എന്നൊന്ന് പറഞ്ഞാൽ പരിഹരിക്കാമായിരുന്ന വിഷയം പലപ്പോഴും നമ്മുടെ ശാഠ്യത്താലും ദുരഭിമാനത്താലും ആകെ വഷളാക്കിയ എത്രയെത്ര സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലേ. തുടക്കത്തിൽ ചെറു കുറുക്കന്മാരായി നമുക്ക് തോന്നിയ, എപ്പോൾ വേണമെങ്കിലും പരിഹരിക്കാമെന്ന് നാം ചിന്തിച്ച് വിടുന്ന എത്രയെത്ര കാര്യങ്ങൾ നമ്മുടെ ബന്ധങ്ങളെ തകർത്ത് കളഞ്ഞ ചെന്നായ്ക്കളായി തീർന്നിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ. കുടുംബജീവിതം. ജോലി കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് വരുന്ന ഭർത്താവ് വണ്ടി ഓടിക്കുമ്പോൾ ചിന്തിച്ചു, ഇപ്പോൾ എൻ്റെ ഭാര്യ ഞാൻ വരുന്നത് നോക്കിയിരിക്കുകയായിരിക്കും. ചെന്നാൽ ഉടനെ അവൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചായയും കുടിച്ച് അല്പസമയം സംസാരിച്ച് റിലാക്സ് ചെയ്യണം. ഞാൻ വരുന്ന സമയം അവൾക്കറിയാം. വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവൾ വന്ന് വീടിൻ്റെ കതക് തുറന്ന് നിൽക്കുന്നുണ്ടാകും. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് പോകുമ്പോൾ വീടെത്തിയത് പോലും അദ്ദേഹം അറിഞ്ഞില്ല. വണ്ടിയുടെ ശബ്ദം കേട്ടിട്ട് ആരും വന്നില്ല. വണ്ടിയിൽ നിന്നിറങ്ങി ബെല്ലടിച്ചിട്ട് ആരും പെട്ടെന്ന് കതക് തുറന്നില്ല. ബെല്ല് പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ കറണ്ടില്ല എന്ന് ചിന്തിച്ച് കതകിന് അല്പം ശക്തിയോടെ മുട്ടി നോക്കി. അപ്പോൾ ഇതാ ഭാര്യ വരുന്നു. അവൾ കതക് തുറന്നിട്ട് ഒരു ചോദ്യം, എന്തിനാ ഈ കതക് തല്ലിപ്പൊളിക്കുന്നത്? അല്പം ക്ഷമയില്ലാത്ത മനുഷ്യൻ. ഞാൻ ബാത്റൂമിൽ തുണി അലക്കുകയല്ലായിരുന്നോ? ഉണ്ടായിരുന്ന ക്ഷമയും കൂടി ഭർത്താവിന് നഷ്ടപ്പെട്ടു. ദേഷ്യത്തോടെ അകത്തേക്ക് കയറി. എന്നിട്ട് ചോദിച്ചു, ചായ എന്തി? ഭാര്യയുടെ മറുപടി, ഞാൻ നിങ്ങളോട് വാങ്ങിക്കൊണ്ട് വരുവാൻ രാവിലെ പറഞ്ഞ പാൽ ഇങ്ങിത്താ, ചായ ഇപ്പോൾ തന്നെ ഞാൻ ഉണ്ടാക്കിത്തരാം. അപ്പോഴാണ് ഭർത്താവ് ഓർത്തത്, രാവിലെ പോകുമ്പോൾ ഭാര്യ പറഞ്ഞതായിരുന്നു, പാല് തീർന്നു,
അതും കൂടി വൈകിട്ട് വാങ്ങിക്കൊണ്ട് വരണമെന്ന്. ഭർത്താവ് അതങ്ങ് മറന്നുപോയി. അത് സമ്മതിക്കുവാൻ മനസ്സില്ലാതിരുന്നതിനാൽ ഭർത്താവ് പറഞ്ഞു, നീ ഇവിടെ ഇതുവരെ വെറുതെ ഇരിക്കുകയല്ലായിരുന്നോ? പോയി അല്പം പാല് മേടിക്കാഞ്ഞതെന്ത്? ഭാര്യയുടെ മറുപടി, നിങ്ങൾ ആ വണ്ടി ഓടിച്ചു വന്നപ്പോൾ ഒരു പാക്കറ്റ് പാല് മേടിച്ച് വന്നിരുന്നെങ്കിൽ എന്താ കുഴപ്പം? അങ്ങനെ അവരുടെ വാദപ്രതിവാദങ്ങൾ വേറൊരു തലത്തിലേക്ക് പ്രവേശിച്ചു. രണ്ടുപേരും വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുന്ന ലക്ഷണമില്ല. അപ്പോൾ ഭർത്താവ് ദേഷ്യത്തോടെ പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി തരുവാൻ നിനക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഇന്ന് ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ട എങ്കിൽ ഞാൻ ഇന്ന് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഭാര്യ അടുക്കളയിലേക്ക് പോയി, ഭർത്താവ് ബെഡ്റൂമിലേക്കും പോയി. ഭർത്താവ് ചിന്തിച്ചു, അവളല്ലേ ഭാര്യ, അവൾ അല്പം താണു തന്നാൽ എന്താ കുഴപ്പം? പാലില്ലെങ്കിൽ ഒരു കട്ടൻ കാപ്പിയെങ്കിലും ഇപ്പോൾ അവൾ കൊണ്ടുവരും. അങ്ങനെ പ്രശ്നം പരിഹരിക്കാം എന്ന് ചിന്തിച്ച് ഭർത്താവ് ഇരിക്കുന്നു. ഇതേ സമയത്ത് ഭാര്യ ചിന്തിച്ചു, എന്നും ഞാനല്ലേ ഈ താഴ്ന്നു കൊടുക്കുന്നത്, ഞാൻ ചെയ്യുന്നത് മാത്രം കാണുവാൻ ആരുമില്ല, ഇന്ന് വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ, എന്നോട് ഒരു സോറി പറയട്ടെ. ഒരു ചെറിയ പ്രശ്നം ഇപ്പോൾ അത് പൊട്ടിത്തെറിക്കാൻ പോകുന്നൊരു അഗ്നിപർവ്വതമായി നിൽക്കുകയാണ്. ഒരാൾ സോറി പറഞ്ഞാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. കുടുംബങ്ങൾ തകർക്കുന്നത് ഇതുപോലെയുള്ള ചെറു കുറുക്കന്മാരാണ്. അവയെ പിടിക്കേണ്ട സമയത്ത് തന്നെ പിടിച്ച് ഇല്ലാതാക്കണം. ഇല്ല എങ്കിൽ കുടുംബം തകരും, ബന്ധങ്ങൾ ശിഥിലമാകും. നിങ്ങൾക്കറിയാമോ, ദൈവവുമായുള്ള നമ്മുടെ ബന്ധങ്ങളിലും ഇതുപോലെയുള്ള ചെറു കുറുക്കന്മാർ ഉണ്ടാകും. വലിയ കുറുക്കന്മാർക്കെതിരായി ഒരു വേലിയോ മതിലോ ഒക്കെ കെട്ടുവാൻ കഴിയുമായിരുന്നു. എന്നാൽ ചെറു കുറുക്കന്മാരാണ് അവർക്ക് ശല്യമായിരുന്നത്. ആ ചെറിയ കുറുക്കന്മാർക്ക് നിഷ്പ്രയാസം നുഴഞ്ഞ് അകത്ത് കയറാമായിരുന്നു. അവയാണ് അകത്ത് കടന്ന് മുന്തിരിക്കുലകൾ നശിപ്പിക്കുകയും മുന്തിരിച്ചെടി നശിപ്പിക്കുകയും ചെയ്തിരുന്നത്. അതിൽ നിന്ന് നമുക്ക് ഒരു പാഠം പഠിക്കുവാനുണ്ട്. യോഹന്നാൻ സ്നാപകൻ ഹേരോദ രാജാവിൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ആ കുറുക്കൻ എന്നവനെ വിളിക്കുകയും മറ്റൊരാളുടെ ഭാര്യയെ വിവാഹം കഴിക്കാൻ അവന് യാതൊരു അവകാശവും ഇല്ല എന്ന് പറയുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഹേരോദ രാജാവ് യോഹന്നാൻ സ്നാപകൻ്റെ തല ഛേദിച്ചതായി നാം കാണുന്നു. സമൂഹത്തിൽ വലിയ പാപങ്ങൾ ചെയ്യുകയും അത് ചെയ്യുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നവരെയാണ് കുറുക്കന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇന്ന് ക്രിസ്തീയ സഭയിൽ കടന്നുകൂടി പ്രശ്നമുണ്ടാക്കുന്നത് ഈ വലിയ കുറുക്കന്മാരാകണമെന്നില്ല, ചെറു കുറുക്കന്മാരാണ്. ഒരു ക്രിസ്തു വിശ്വാസിയുടെ ജീവിതത്തെ നഷ്ടമാക്കുന്നതും വിശ്വാസികളുടെ ഇടയിൽ കൂട്ടായ്മ ബന്ധം തകർക്കുന്നതും നിസ്സാരമെന്ന് നാം ചിന്തിച്ച് അവഗണിക്കുന്ന പാപങ്ങളാണ്. ചെയ്യാതെ വിട്ടുകളയുന്ന പാപങ്ങൾ അതിന് ഉദാഹരണമാണ്. ചെയ്യേണ്ടവ ചെയ്യാതെ. നാം യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ വായിക്കുന്നത്, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ എന്നത്രേ. അത് ഒരു ചെറുകുറുക്കനാണ്. ചെയ്യേണ്ടത് ചെയ്യാതെ വിട്ടുകളയുന്ന പാപം. എത്ര പ്രാവശ്യം ദൈവത്തിന് വേണ്ടി നാം എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതായ അവസ്ഥയിൽ നാം അത് വിട്ടുകളഞ്ഞു, അവഗണിച്ചു. നാം അത് ചെയ്യുന്നില്ല. അപ്രകാരം എത്ര പ്രാവശ്യം പാപം ചെയ്തിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തു നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിച്ചു. സുവിശേഷത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. എത്ര പ്രാവശ്യം നാം സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് അത് അവഗണിച്ച് കളഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർക്കും അതുപോലെ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കേണ്ടതായ അവസ്ഥ എത്ര പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. നാം പ്രാർത്ഥിക്കാതെ അവഗണനയോടുകൂടി ഇരുന്നിട്ടുണ്ട്. ശമൂവേൽ പ്രവാചകൻ പറഞ്ഞത്, ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുത് എന്നത്രേ. അപ്പോൾ പ്രാർത്ഥിക്കാതിരിക്കുന്നതും പാപമാണ്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം
12-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. ഇവ എല്ലാം ചെയ്യാതിരിക്കുന്നതായ ചെറിയ പാപങ്ങളാണ്. ചെറുതെന്ന് നാം ചിന്തിക്കുന്നു, പക്ഷേ അതുണ്ടാക്കുന്ന വിപത്ത് എത്ര വലുതാണ്. മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരാണ് അവർ. മറ്റൊരു ചെറുകുറുക്കനെക്കുറിച്ച് റോമാലേഖനം 14-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസത്തിൽ നിന്നും ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. എത്രയോ പ്രാവശ്യം നാം സ്വയമായി കാൽ വെച്ച ശേഷം അത് വിശ്വാസത്തിൻ്റെ കാൽവയ്പാകുന്നു എന്ന് പറയുവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് വിശ്വാസത്തിൻ്റേതായിരുന്നില്ല, സ്വയമായിട്ടുള്ളതായിരുന്നു. വാസ്തവത്തിൽ അത് വിശ്വാസമല്ലെന്ന് നമുക്കറിയുകയും ചെയ്യാം. നാം നമ്മുടെ സ്വയമായി ചെയ്യുന്നതാകുന്നു എന്ന കാര്യം നമുക്ക് തന്നെ നന്നായിട്ടറിയാമായിരിക്കും. പിന്നെയും മുൻപോട്ട് പോയാൽ അത് പാപമാണ്. എൻ്റെ സൗകര്യത്തിന് ചെയ്യുന്നതാണ്, എനിക്ക് ലാഭമുള്ളത് കൊണ്ട് ചെയ്യുന്നതാണ് എന്നിട്ട് പ്രഖ്യാപിക്കുന്നതോ ഞാൻ വിശ്വാസത്താൽ ചെയ്യുന്നു എന്ന്. അനേകർ തങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ലാഭം നോക്കി ചില കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അബദ്ധം പറ്റി നഷ്ടത്തിൽ കലാശിച്ചപ്പോൾ അത് ദൈവത്തിന് വേണ്ടി ചെയ്ത ത്യാഗമാകുന്നു എന്ന് സാക്ഷിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഓർക്കണം, അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാണുന്നതായ ചെറുകുറുക്കന്മാരാണ്. അത് ദൈവവേലയെ നശിപ്പിക്കുന്നതാണ്. ദൈവം എന്നെ നടത്തുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്രകാരം ചെയ്യുന്നത് എന്ന് നാം പറയും. എന്നാൽ അതേസമയം തന്നെ അത് സത്യമല്ല എന്ന കാര്യം നമുക്ക് വ്യക്തമായിട്ടറിയാം. നാം നമ്മുടേതായിട്ടുള്ള കൗശലത്തിലൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുന്നത്. വളരെ ലാഘവത്തോടുകൂടെ നാം അപ്രകാരം പറയും. വിശ്വാസത്തിൽ നിന്നും ഉത്ഭവിക്കാത്ത നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാം പാപമാകുന്നു എന്നത്രേ റോമർക്ക് എഴുതിയ ലേഖനം പറയുന്നത്. ഇനി വേറൊരു ചെറുകുറുക്കനെക്കുറിച്ച് ഞാൻ പറയാം. മുഖപക്ഷം കാണിക്കുന്നത് ദൈവമക്കളുടെ ഇടയിൽ കാണുന്ന മറ്റൊരു ചെറുകുറുക്കനാണ്. യാക്കോബ് തൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം എഴുതി, മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു, നിങ്ങൾ ലംഘനക്കാർ എന്ന് ന്യായപ്രമാണത്താൽ തെളിയുന്നു. 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് ഇന്ന് തടസ്സമായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പാപമാണ് ഈ മുഖപക്ഷം. ഈ ചെറുകുറുക്കനെ നാം പിടിക്കേണ്ടതുണ്ട്. പല ആരാധനാ സ്ഥലങ്ങളിലും ചെറിയവരും വലിയവരും എന്നുള്ള വ്യത്യാസമുണ്ട്. ഞാൻ ഉദ്ദേശിച്ച പ്രായത്തിലല്ല. പ്രത്യേകിച്ച് പണത്തിൻ്റെ കാര്യം വരുമ്പോൾ, കുടുംബശ്രേഷ്ഠതയുടെ കാര്യം വരുമ്പോൾ ഇത് ദൈവസന്നിധിയിൽ തികച്ചും തെറ്റാണ്. ഇനിയും ദൈവത്തിന് സൗജന്യമായി അല്ലെങ്കിൽ സ്വമനസാലെ കൊടുക്കാതിരിക്കുക എന്ന ചെറുകുറുക്കനും സഭയിൽ ഇന്നുണ്ട്. കൊടുക്കുന്നതിൻ്റെ മനോഭാവം കപടഭക്തിയാണ് പലർക്കും. അതിലെ പ്രധാന തെറ്റുമതത്രേ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിരുന്നു എന്ന് പാടിയ ശേഷം ഏറ്റവും കുറഞ്ഞ നാണയത്തൊട്ട് നാം സ്തോത്രകാഴ്ച പാത്രത്തിലിടുന്നു. എത്ര അധിക്ഷേപമാണതല്ലേ? അതിനേക്കാളൊക്കെ കൂടുതൽ കൊടുക്കാൻ നമുക്ക് പ്രാപ്തിയുണ്ട്, പക്ഷേ അതിന് മനസ്സില്ല. മറ്റുള്ളവരെ നാം ഭക്തരെന്ന് കാണിക്കുവാനായിട്ടുള്ളൊരു വ്യഗ്രത മാത്രമാണ്. ദൈവത്തെ ആക്ഷേപിക്കുന്നതായ ഒരു പ്രവർത്തനമാകുന്നു അത്. ആ നാണയത്തൊട്ട് നാം ഒരു ഭിക്ഷക്കാരന് കൊടുത്തു നോക്കിക്കേ, അവനത് വലിച്ച് നമ്മുടെ മുഖത്തേക്ക് തന്നെ എറിയും. പലരും ദൈവത്തിന് കൊടുക്കുന്നത് എത്ര ഭവ്യതയോടുകൂടിയാണെന്നറിയാമോ? സ്തോത്രകാഴ്ചയ്ക്ക് മാത്രം ഈ കൈ മടക്കി എല്ലാവരും കൊടുക്കും. കാരണം എന്താണെന്നറിയാമോ? അടുത്ത് നിൽക്കുന്നവർ കാണരുത് കയ്യിലിരിക്കുന്നത് അത്ര കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന്. അത് നാണക്കേടാകില്ലേ? നാം നമ്മെ തന്നെയും നമുക്കുള്ള സർവവും കർത്താവിന് കൊടുത്തു എന്നാണ് നാം പലപ്പോഴും അഭിനയിക്കുന്നത്, നടിക്കുന്നത്. ഇതും മുന്തിരിവള്ളിയെ നശിപ്പിക്കുന്ന ചെറുകുറുക്കനാണ്. അടുത്ത മനോഹരമായ പ്രസ്താവന മണവാളൻ്റെ വരവിനെക്കുറിച്ചുള്ള പാട്ടിന് ശേഷം നടക്കുന്നതാണ്. ക്രിസ്തു
സഭയെ ചേർക്കുവാൻ വരുന്നതിൻ്റെ ചിത്രമാണ് ഈ 16-ാം വാക്യത്തിൽ വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഞാൻ 16-ാം വാക്യത്തിലേക്ക് വരുന്നതിന് മുൻപ് ഈ 15-ാം വാക്യത്തിൽ നാം കണ്ടതായ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നാം ശ്രദ്ധിക്കാറുണ്ട് എന്ന് സ്വയം ചിന്തിക്കുന്നത് നല്ലതാണ്. പലപ്പോഴും ഈ ചെറിയ കാര്യങ്ങളെന്ന് നാം ചിന്തിക്കുന്ന, എന്നാൽ വലിയ ഭവിഷ്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന പല പാപങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. എബ്രായ ലേഖൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മുറുകെ പറ്റുന്ന പാപങ്ങൾ എന്നാണ്. പല ശീലങ്ങളും പാപമായി പോലും നാം പരിഗണിക്കാറില്ല, എന്നാൽ അത് നമ്മുടെ ബന്ധങ്ങളെ ശിഥിലമാക്കുന്നതാണ്. മനുഷ്യബന്ധങ്ങളെ മാത്രമല്ല, ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെയും ശിഥിലമാക്കുന്നതാണ്. അതുകൊണ്ടെന്താ, നാമധേയ ക്രിസ്ത്യാനികൾ എന്ന പേരിൽ മാത്രമേ നമുക്ക് അറിയപ്പെടുവാൻ സാധിക്കൂ. 16-ാം വാക്യത്തിൽ വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അവിടെ വായിക്കുന്നത്. എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൾ, അവൻ താമരകളുടെ ഇടയിൽ ആട് മേയ്ക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവും ഒരു വിശ്വാസിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ആത്മീയ നിലവാരമാകുന്നു ഇവിടെ ഉത്തമഗീതത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള പുസ്തകമാകുന്നു എന്ന് ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ചെറു പുസ്തകത്തിലേക്കാൾ നന്നായി വേദപുസ്തകത്തിൽ മറ്റൊരു പുസ്തകത്തിലും ഈ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ആഴവും ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ആഴവും മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരൊന്നാം തരം വിവരണമാണ് ഉത്തമഗീതത്തിൽ നാം കാണുന്നത്. ഇവിടെ ഉള്ളതിനേക്കാൾ ഉന്നതമായ അവസ്ഥയും ഇല്ല. ഇവിടെ മണവാട്ടി പറയുകയാണ്, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവർ. ഈ ശ്രേഷ്ഠമായ സത്യം കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് ഈ വിധത്തിലാണ്: നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ കർത്താവ് അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മണവാട്ടി പറയുന്ന എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൾ. വാസ്തവത്തിൽ കർത്താവായ യേശുക്രിസ്തു പറയുന്നത് ഇതാണ്: ഞാൻ ക്രൂശിൽ മരിച്ചപ്പോൾ നിൻ്റെ സ്ഥാനമാണ് ഞാൻ ഏറ്റെടുത്തത്. അപ്പോൾ നീ ഈ ഭൂമിയിൽ എൻ്റെ ജീവനെ വെളിപ്പെടുത്തേണ്ടതാകുന്നു എന്ന്. കർത്താവ് പറഞ്ഞത്, ഞാൻ ക്രൂശിൽ മരിച്ചപ്പോൾ നിൻ്റെ സ്ഥാനമാണ് ഏറ്റെടുത്തത്. നീ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നിൻ്റെ ജീവിതം വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തെ, ക്രിസ്തുവിൻ്റെ ജീവിതത്തെ വെളിപ്പെടുത്തേണ്ടതാകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ മാത്രമേ നമുക്കതിന് സാധിക്കൂ എന്ന് മറക്കരുത്. എന്നാൽ നാം അവനോടുകൂടെ സ്വർഗത്തിലിരിക്കുന്നു എന്ന കാര്യം മറക്കരുത്. എഫേസ്യ ലേഖനത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. നാം അവനോടുകൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുകയാണ്. അവനോടുകൂടെ നാം ഉയർത്തെഴുന്നേറ്റ് അവനിരിക്കുന്ന സ്ഥാനത്ത് നമ്മെ ഇരുത്തിയിരിക്കുകയാണ്. ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട് പ്രിയനായവനിൽ അംഗീകാരം ലഭിച്ച് അവനോടുകൂടെ സ്വർഗത്തിൽ നാം ഇരിക്കുകയാണ് ചെയ്യുന്നത്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീനെന്ന് പൗലോസ് കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. എത്ര മനോഹരമായ കാര്യമില്ലേ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ഒരു ദൈവ പൈതലാകുന്നു എങ്കിൽ താങ്കൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് എന്തുകൊണ്ട് അവനോട് തുറന്നു പറയുന്നില്ല? വായ് തുറന്നു പറയുക, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പലരും പറയും സ്നേഹമുണ്ട്, അത് ഉള്ളിലിരുന്നാൽ മതി എന്ന്. അങ്ങനെ പറഞ്ഞ് മുമ്പോട്ട് പോകാതെ, കർത്താവേ, ഞാൻ അവിടുന്ന് എനിക്ക് തന്നതായിട്ടുള്ള എൻ്റെ ജീവിതം തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറയുക. ഇത് നാം മറ്റുള്ള മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ വസ്തുവകൾ അധികമായിട്ടില്ലെങ്കിലും നാം സമ്പന്നരാണ്. അങ്ങനെ വരുമ്പോൾ നാം മനുഷ്യരിൽ പ്രശംസിക്കുന്നില്ല, പുകഴുന്നില്ല, ക്രിസ്തുവിലാണ് നാം പ്രശംസിക്കുന്നത്. ആകയാൽ ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത്. സകലവും നിങ്ങൾക്കുള്ളതല്ലോ. പൗലോസോ അപ്പൊല്ലോസോ കേഫാവോ ലോകമോ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും നിങ്ങൾക്കുള്ളത്. നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവനെന്ന്
കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നാം ക്രിസ്തുവിനുള്ളവരാണ്. അവൻ നമുക്കുള്ളവൻ, അവൻ നമ്മുടെ വകയാണ്, അവൻ നമ്മുടെ രക്ഷകനാണ്, അവൻ നമ്മുടെ ഇടയനാണ്. നാം അവനോട് ഏറ്റവും അടുത്ത് ചെന്ന് നമ്മുടെ ആത്മീയ അനുഗ്രഹങ്ങൾ സ്വായത്തമാക്കേണ്ടത് ആവശ്യമാകുന്നു. എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൾ എന്ന് പറയുവാൻ കഴിയുന്നത് ആത്മീയ ജീവിതത്തിൻ്റെ ഉന്നതമായ അനുഭവമാണ്. നാം വായിച്ചല്ലോ, അവൻ താമരകളുടെ ഇടയിൽ ആടുമേയ്ക്കുന്നു. ഇത് സംതൃപ്തിയെയും കൂട്ടായ്മയെയും സന്തോഷത്തെയും സൂചിപ്പിക്കുന്നു. ഈ ലോകം ഇതൊക്കെയാണ് അന്വേഷിക്കുന്നത്. നമുക്ക് ക്രിസ്തുവിൻ്റെ മേശയെങ്കിൽ ഇരുന്ന് അവനോടുകൂടെ ആനന്ദം കണ്ടെത്താം. മണവാട്ടി പറഞ്ഞ്, എന്നെ നിങ്കിലേക്ക് വലിക്ക, നാം ഓടിപ്പോക. ഇത് നാം അവനോട് ഇന്ന് നിലവിളിക്കേണ്ട ആവശ്യമാണ്. ഈ ഉന്നതമായ ആത്മീയ ജീവിതത്തിൻ്റെ നിലവാരത്തിലേക്ക് നമുക്ക് സ്വയമേ എത്തിച്ചേരുവാൻ കഴിയുകയില്ല. നമ്മുടെ പരിശ്രമങ്ങളൊക്കെ അസ്ഥാനത്താണ്. യേശുക്രിസ്തുവിൻ്റെ ശക്തി നമ്മിൽ ഇല്ലെങ്കിൽ നമ്മുടെ മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം ഓടുവാൻ നമുക്ക് കഴിയുകയില്ല. എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൾ. ഇനിയും 2-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം 17-ാം വാക്യം നോക്കിക്കാട്ടെ. വെയിലാറി നിഴൽ കാണാതെയാകുവോളം എൻ്റെ പ്രിയനെ നീ മടങ്ങി ദുർഘട പർവ്വതങ്ങളിലെ ചെറുമാനിനും കലക്കുട്ടിക്കും തുല്യനായിരിക്കുക. ക്രിസ്തു ഉഷസ്സിൻ മാൻപേട എന്ന ചിത്രത്തിലേക്ക് ഇവിടെ നാം മടങ്ങി വരികയാണ്. അവനെ നാം പ്രഭാത സമയം മലമുകളിൽ നിൽക്കുന്നവനായി കണ്ടു. 8-ാം വാക്യത്തിൽ നാം അത് ശ്രദ്ധിച്ചു. രാത്രി മുഴുവൻ വേട്ടക്കാർ അവൻ്റെ പിന്നാലെ ആയിരുന്നു. നായ്ക്കൾ അവനെ കടിച്ചു കീറുവാൻ കൊതിച്ചുകൊണ്ട് പിന്തുടർന്നു. എത്ര ഭീകരമായ കാര്യമായിരുന്നു അത്! അവൻ മരണമാകുന്ന വാതിലിൽ കൂടി കടന്നുപോയി. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പാകുന്ന വാതിലിൽ കൂടി അവൻ പുറത്തു വന്നു. നാം ഇന്ന് ജീവിക്കുന്നത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു ചുറ്റുപാടിൽ ആകുന്നെങ്കിൽ തന്നെ പ്രകാശപൂരിതമായ ഒരു പ്രഭാതത്തിനായി നമുക്ക് കാത്തിരിക്കാം എന്നത്ര ഇവിടെ നാം കാണുന്നത്. ക്രിസ്തു നമുക്കായി ചെയ്തതെല്ലാം, അവൻ നമ്മെ വീണ്ടെടുത്തത്, അവൻ നമുക്കായി ചെയ്ത എല്ലാ കാര്യങ്ങളും എല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്താം. അതിൽ നമുക്ക് വിശ്രമം കണ്ടെത്താം. നിങ്ങളുടെ ആശ്വാസം അതാകട്ടെ. ജീവിതത്തിലെ ഇരുണ്ട അനുഭവങ്ങളിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിന് മെത്ത ആയിത്തീരട്ടെ. പ്രഭാതം വിടർന്ന് നിഴൽ കാണാതെ ആകുവോളം എന്നാണ് ഈ 17-ാം വാക്യം പറയുന്നത്. പ്രഭാതം വിടർന്ന് ഒരു പ്രഭാതം വരുന്നു. അതെ, കർത്താവിനോട് ചേർന്ന് ഈ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മറന്ന് ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു പ്രഭാതം വരുന്നു. നിഴൽ അവിടെ ഒന്നുമില്ല. പിന്നെയോ കർത്താവിനോട് കൂടെയുള്ള ആ സംസർഗവും സഹവാസവും മാത്രമാണ്. അതിനായി താങ്കളുടെ ജീവിതം ഒരുക്കപ്പെട്ടിട്ടുണ്ടോ? പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുന്ന് നൽകിത്തരുന്ന അവിടുത്തെ വചനത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ ദൂതുകൾ ഞങ്ങളോട് ഓരോരുത്തരോടും വ്യക്തിപരമായി സംസാരിക്കുന്നതോർത്ത് സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ബന്ധങ്ങൾ എത്ര ശ്രദ്ധിക്കേണ്ടതാകുന്നു എന്ന് ഇന്ന് നീ ഞങ്ങളെ വീണ്ടും പഠിപ്പിച്ചല്ലോ. പലപ്പോഴും കുടുംബങ്ങളിലെ ബന്ധങ്ങൾ ഞങ്ങൾ ലാഘവത്തോടെ എടുക്കാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ഞങ്ങളുടെ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാവർക്കായും സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ വചനം കേട്ട ആരെങ്കിലും പ്രയാസത്തിലൂടെ, പ്രശ്നത്തിലൂടെ, പ്രതിസന്ധികളിലൂടെ, രോഗത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ നിൻ്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ, സൗഖ്യമാക്കണമേ. അവരെ ശക്തീകരിച്ച് മുൻപോട്ട് പോകുവാൻ നീ അവരെ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ലഭിക്കുന്നതെല്ലാം അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കുവാൻ സ്വർഗത്തിലെ ജ്ഞാനത്തെ തരണമേ. ഇന്ന് വചനം കേട്ട എല്ലാവരെയും വ്യക്തികളായും കുടുംബങ്ങളായും നീ അനുഗ്രഹിക്കണമേ.
യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ചിന്തകൾ എവിടെയായിരിക്കുന്നുവോ അവിടെയാകുന്നു നാം വസിക്കുക. ആയതിനാലാണ് ക്രിസ്തു പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ചിന്തിക്കുവാൻ വിശുദ്ധ പൗലോസ് നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. ക്രിസ്തുവിൽ മനസ്സ് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തി എല്ലായ്പ്പോഴും സ്വർഗസ്ഥലങ്ങളിലായിരിക്കും വസിക്കുക. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും അനുഭവിച്ചുകൊണ്ട് സ്വർഗീയ പൗരന്മാരായി ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.